നമസ്കാരം. പാകിസ്ഥാൻ പണത്തിനായി എന്തും ചെയ്യും, ഏതറ്റം വരെയും പോകും എന്നത് ഉറപ്പാണ്. ചൈനയിലെത്തിയ പാകിസ്ഥാൻ മന്ത്രിമാർ കടാശ്വാസത്തിനായി അപേക്ഷിക്കുന്നു എന്ന വിവരം പുറത്തു വന്നിരിക്കുകയാണ്. ചൈന സന്ദർശനത്തിനെത്തിയ പാകിസ്ഥാൻ ധനമന്ത്രി മുഹമ്മദ് ഔറംഗസേബ് ചൈനീസ് സഹമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും വൈദ്യുതി മേഖലയിലെ കടങ്ങളിൽ നിന്ന് രാജ്യത്തിന് ആശ്വാസം നൽകുന്നതിനായി ചർച്ചകൾ നടത്തുകയും ചെയ്തതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഔറംഗസേബും പാകിസ്ഥാൻ ഊർജ്ജ മന്ത്രി സർദാർ അവായിസ് ലഖാരിയും ചൈനീസ് ധനമന്ത്രി ലാൻ ഫോവാനുമായി ബീജിംഗിൽ ചർച്ച നടത്തിയതായി വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. ഊർജ്ജ കടം തിരിച്ചടയ്ക്കുന്നതിനും $US അടിസ്ഥാനമാക്കിയുള്ള പലിശ തുക ചൈനീസ് കറൻസിയിലേക്ക് മാറ്റുന്നതിനും CPEC, നോൺ CPEC ചൈനീസ് ഫണ്ട് പ്രോജക്ടുകൾക്ക് മൊത്തത്തിലുള്ള പലിശ നിരക്ക് കുറയ്ക്കൽ എന്നിവയ്ക്കായി പാകിസ്ഥാൻ മന്ത്രിമാർ അഭ്യർത്ഥിച്ചതായി മന്ത്രാലയ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി പവർ പ്രോജക്ടുകൾക്കുള്ള കുടിശ്ശിക കഴിഞ്ഞ സാമ്പത്തിക വർഷാവസാനത്തോടെ പാകിസ്ഥാനിലേക്ക് $401 ബില്യൺ 44% വർദ്ധിച്ചതോടെ കടങ്ങൾ പുനഃക്രമീകരിക്കാൻ അവർ ചൈനയോട് ഔദ്യോഗികമായി അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. ഈ നടപടികൾ ഊർജ്ജ ചെലവ് കുറയ്ക്കാനും $7 ബില്യൺ ബേ ഔട്ട് പാക്കേജിന് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ അംഗീകാരം ഉറപ്പാക്കാനും ലക്ഷ്യമിടുന്നു. പാകിസ്ഥാൻ തിരിച്ചടയ്ക്കാത്ത കടങ്ങൾ ചൈനയും പാകിസ്ഥാനും തമ്മിൽ 2015 ഒപ്പുവെച്ച CPEC എനർജി ഫ്രെയിംവർക്ക് ഉടമ്പടി ലംഘിക്കുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കൂടുതൽ സാമ്പത്തിക വാണിജ്യ ബന്ധങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നുവെന്നും വിവരമുണ്ടായിരുന്നു. പാകിസ്ഥാൻ മന്ത്രിമാരായ ഔറംഗസേബും ലഖാരിയും ചൈന എക്സ്പോർട്ട് ആൻഡ് ക്രെഡിറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ പ്രസിഡന്റുമായും കൂടിക്കാഴ്ച നടത്തി. ഇത് ചൈനീസ് കമ്പനികൾ പാകിസ്ഥാനിൽ പദ്ധതികൾ സ്ഥാപിക്കുന്നതിനായി ചൈനീസ് ബാങ്കുകളിൽ നിന്നെടുത്ത വായ്പകൾക്ക് ഇൻഷുർ ചെയ്ത സ്ഥാപനമാണ്. ചൈനയിൽ നിന്നുള്ള വായ്പകൾ പാകിസ്ഥാന്റെ ബാഹ്യ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ മുൻകാലങ്ങളിൽ സഹായിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിലെ ആസൂത്രിത ഊർജ്ജ പദ്ധതികളിൽ ചൈന $20 ബില്യൺ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നതും എടുത്തു പറയണം. കനത്ത കടക്കണിയിലായ പാകിസ്ഥാന് $7 ബില്യൺ ജാമ്യം നൽകാൻ IMF ഈ മാസം സമ്മതിച്ചിരുന്നു. പാകിസ്ഥാനിലെ ഉയർന്ന തോതിലുള്ള വൈദ്യുതി മോഷണം, ഉൽപാദന ശൃംഖലയിലുടനീളം കടം കുമിഞ്ഞുകൂടുന്നതിന് കാരണമാകുന്ന വിതരണ നഷ്ടം എന്നിവയെക്കുറിച്ച് ആശങ്കകൾ നാനാദിക്കിൽ നിന്നും ഉയർന്നു വന്നിരുന്നു. പാകിസ്ഥാൻ ഊർജ്ജമന്ത്രി എക്സിലെ ഒരു പോസ്റ്റിൽ നികുതി ഊർജ്ജ പരിഷ്കരണങ്ങൾ അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വിശദീകരിച്ചതായി വിവരമുണ്ടായിരുന്നു. അതിനിടെ പാകിസ്ഥാന് $7 ബില്യൺ രക്ഷാ പാക്കേജ് ചർച്ച ചെയ്യാൻ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എക്സിക്യൂട്ടീവ് ബോർഡ് ഓഗസ്റ്റ് പകുതിയോടെ യോഗം ചേരുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ജൂലൈ 12-ന് പാകിസ്ഥാനും IMFും തമ്മിൽ സ്റ്റാഫ് ലെവൽ ധാരണയിലെത്തിയിരുന്നു. ബോർഡ് മീറ്റിംഗിന് മുമ്പ് ഇസ്ലാമാബാദ് ബാഹ്യ ധനകാര്യ ഉറപ്പുകൾ ഉറപ്പാക്കണമെന്ന് പറഞ്ഞിരുന്നു. റിപ്പോർട്ട് അനുസരിച്ച് സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം IMFിൽ നിന്ന് പാകിസ്ഥാൻ 23 ബെയിൽ ഔട്ട് പാക്കേജുകൾ ലഭിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ IMFിന് ഏകദേശം $8.4 ബില്യൺ കുടിശ്ശികയുണ്ട്. അടുത്ത 3-4 വർഷത്തിനുള്ളിൽ ഇത് തിരിച്ചടയ്ക്കണം. ഫെഡറൽ പ്രവിശ്യ ഗവൺമെന്റുകൾ അംഗീകരിച്ച ഒരു സമഗ്ര പരിപാടിയിൽ പാകിസ്ഥാൻ അധികാരികളും IMF ടീമും സ്റ്റാഫ് ലെവൽ കരാറിലെത്തിയിട്ടുണ്ട്. അത് 37 മാസത്തേക്ക് നീട്ടിയേക്കാമെന്നാണ് വിവരം. ഉയർന്ന തോതിലുള്ള വൈദ്യുതി മോഷണവും വിതരണ നഷ്ടവും പരിഹരിക്കുന്നതിന് പാകിസ്ഥാൻ അതിന്റെ ഊർജ്ജ മേഖലയിൽ സ്വീകരിക്കേണ്ട ഘടനാപരമായ പരിഷ്കാരങ്ങളുടെ ആവശ്യകത IMF ഊന്നി പറഞ്ഞിരുന്നു. സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന പാകിസ്ഥാനെ ലോകം കാർക്കിച്ചു തുപ്പുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോഴുള്ളത്. ഭക്ഷണം, ഇന്ധനം തുടങ്ങിയ അവശ്യ സാധനങ്ങൾ വാങ്ങാൻ ഗതിയില്ലാതെ ജനങ്ങൾ നട്ടം തിരിയുന്ന കാഴ്ചയാണ് പാകിസ്ഥാനിൽ ഇപ്പോഴുള്ളത്. പാചകവാതക സിലിണ്ടറുകളുടെ അഭാവം മൂലം ഡീലർമാർ വിതരണം വെട്ടിക്കുറച്ചതിനാൽ ചില പ്രദേശങ്ങളിൽ പാകിസ്ഥാനികൾ പ്ലാസ്റ്റിക് ബാഗുകളിൽ LPG സംഭരിക്കുന്നതായി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ദൃശ്യങ്ങൾ തരംഗമായി മാറിയിരുന്നു. രാജ്യത്തിന്റെ പൊതുകടം $250 ബില്യൺ വളർന്നു. രാജ്യം വിദേശ നാണയ ശേഖരത്തിന്റെ കടുത്ത ക്ഷാമമാണ് നേരിടുന്നത്. 9 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലവാരമായ $3 ബില്യൺ താഴെയായി കുറഞ്ഞിരുന്നു എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതായത് അവശ്യ ചരക്കുകളും സേവനങ്ങളും ഇറക്കുമതി ചെയ്യാൻ ആവശ്യമായ വിദേശ കറൻസി രാജ്യത്തിന് ഇല്ല. സമീപകാല കാലാവസ്ഥാ ദുരന്തങ്ങൾ വലിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചു. ഇത് അവരുടെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ദുർബലമാക്കി എന്നതും എടുത്തു പറയണം. എന്തായാലും പാകിസ്ഥാന്റെ ഭാവി എത്തരത്തിലാകും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം.